എൻ്റെ പേര് ഉഷ ജോസഫ്. ഞാൻ കാസർഗോഡ് ജില്ലയിലെ ചെറുവത്തൂർ പിലിക്കോട് ഇടവകയിൽ നിന്ന് വരുന്നു. എനിക്ക് 10-20 വർഷം മുമ്പ് യൂട്രസിൻ്റെ ഒരു ഓപ്പറേഷൻ ഉണ്ടായിരുന്നു. അതിൽ അനസ്തേഷ്യ ചെയ്ത ഡോക്ടറെ കയ്യിൽ നിന്ന് ഇഞ്ചക്ഷൻ വെക്കുന്ന സമയത്ത് എൻ്റെ കഴുത്തിൽ ഞരം എന്തോ തകരാറ് വന്നു. എന്താണെന്ന് എനിക്കറിയത്തില്ല. അന്ന് തകരാറൊന്നും കിടത്തത്തില്ല, കാലിന് തകരാറ് വന്നു. ആ കാല് തകരാറ് വന്ന ശേഷം ഞാനൊരു മുടന്തിയായി, കാല് വേദനയായി, നടക്കാൻ പറ്റാത്ത കുറേ അതിന് ചികിത്സിച്ച് പ്രാർത്ഥന സഹായമായിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ രാത്രി എനിക്ക് കിടക്കാൻ ഉറക്കം വരില്ല. ഈ വേദന കൊണ്ട്, കാല് വേദന കൊണ്ട് എനിക്ക് ഉറക്കം വരുത്തി ഞാനിങ്ങനെ കരഞ്ഞ് മാതാവിനോട് ഇങ്ങനെ കരഞ്ഞ് പറഞ്ഞ് കിടക്കുക. അതിനിടയ്ക്കാണ് ഈ 2 വർഷമായിട്ട് എനിക്ക് മൂത്രസംബന്ധമായ ഒരു അസുഖം കൂടി വന്നത്. അപ്പോൾ ഈ കിടന്ന് എങ്ങനെയെങ്കിലും ഒന്ന് ഉറങ്ങാൻ പോകുമ്പോഴായിരിക്കും അപ്പം എനിക്ക് മൂത്രം ഒഴിക്കാൻ പോകണം. അപ്പോൾ ഈ മൂത്രം ഒഴിക്കാൻ പോകുമെന്ന് പറഞ്ഞാൽ നടന്ന് മുടന്തി ആ വേദന സഹിച്ചു കൊണ്ട് വേണം മൂത്രം ഒഴിക്കാൻ പോകാൻ. അത് കഴിഞ്ഞ് വന്ന് കിടക്കുമ്പോൾ പിന്നെയും പോകണം. ഒരു ദിവസം രാത്രി എത്ര പ്രാവശ്യം പോകണമെന്ന് അറിയില്ല. അപ്പോൾ ഉറങ്ങാൻ പറ്റൂല. അപ്പം ഞാൻ മാതാവിനോട് ഇങ്ങനെ കരഞ്ഞ് പറയും. പക്ഷേ ഞാൻ ഇത് ആരോടും പറഞ്ഞിട്ടില്ല, മാതാവിനോടല്ലാതെ വേറെ ആരോടും പറഞ്ഞിട്ടില്ല. പറയാത്തതിന് കാരണം എന്തെങ്കിലും ഒരു അസുഖം പറഞ്ഞാൽ വേഗം അവർ ഡോക്ടറെ അടുത്ത് കൊണ്ടുപോകും. അപ്പോൾ ഈ ഡോക്ടറെ അടുത്ത് ഈ അനസ്തേഷ്യ ചെയ്തോ പേടി കാരണം എനിക്ക് ഡോക്ടറെ കാണാൻ ഭയങ്കര പേടിയാണ്. അപ്പോൾ അങ്ങനെ ആയപ്പോഴേ എൻ്റെ മൂത്ത മോളും കുടുംബവും എന്നെ ഇവിടെ ശനിയാഴ്ചത്തുള്ള ഇതിന് കൊണ്ടുവന്നത്. അപ്പം കൊണ്ടുവന്നപ്പം പിന്നെ ഞാൻ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നില്ല, എൻ്റെ മക്കളുടെ പ്രശ്നങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു കൊടുക്കുക. പക്ഷേ എനിക്ക് കേൾവിക്ക് കുറച്ച് ചെറിയൊരു കുറവുണ്ട്. അതിപ്പോൾ വയസ്സായ ശേഷമാണ് അങ്ങനെ ആയത് ചെവി. അപ്പം ഞാനിങ്ങനെ എന്തെങ്കിലും രോഗം ഞാൻ എൻ്റെ മോളോട് ചോദിക്കും, എന്താ അച്ഛൻ പറഞ്ഞത് ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കും. ആ ഒരു സ്വഭാവം എനിക്കുണ്ട്. അപ്പം അവളിങ്ങനെ അമ്മ മിണ്ടാതിരിക്കും, ഞാൻ ലാസ്റ്റ് പറയാമെന്ന് പറയും. അപ്പോൾ അന്ന് തന്നെ അച്ഛൻ പറയുന്നുണ്ട് മൂത്രസംബന്ധമായ ഒരു സൗഖ്യം നൽകുന്നു. അത് എൻ്റെ ചെവി ശരിക്കും കേട്ട് ആ രോഗസൗഖ്യം. അപ്പം അതത്ര സീരിയസ് ആയിട്ട് എടുക്കുന്നില്ല. അങ്ങനെ ഞാൻ വീട്ടിൽ ചെന്ന് അന്ന് ഞാൻ രാത്രി ഉറങ്ങി നേരം വെളുക്കുമ്പോൾ അറിയുന്നത്. അന്ന് ഞാൻ ശ്രദ്ധിക്കുന്നില്ല. പിറ്റേ ദിവസം ഞാൻ വിചാരിക്കാം എനിക്ക് നല്ല ഉറക്കമുണ്ട്, കാലിൻ്റെ വേദന അറിയുന്നില്ല, അതുപോലെ ഈ മൂത്രം ഒഴിക്കുന്നു. പക്ഷെ കാലുവേദനയുണ്ട്, മുടന്തുണ്ട്, എല്ലാം ഉണ്ട്. പക്ഷേ ഉറങ്ങുന്ന സമയത്ത് എനിക്ക് നല്ല വേദനയുമില്ല, ഉറക്കവും ഉണ്ട്, ഈ മൂത്രം ഒഴിക്കും വേണ്ട. നല്ലൊരു കൈയടി കൊടുത്തേ കണ്ടോ. വിളിച്ചു പറഞ്ഞു മൂത്രാശയ സംബന്ധമായ രോഗം സൗഖ്യം കിട്ടി. ഇതുപോലെ തന്നെ വിളിച്ചു പറഞ്ഞിരുന്നു മൂത്രാശയ സംബന്ധമായ രോഗം സൗഖ്യം കിട്ടിയ ആൾ സാക്ഷ്യപ്പെടുത്തിയിട്ടില്ല എന്ന്, അല്ലേ? നേരത്തെ വിളിച്ചു പറഞ്ഞതാണ് കേട്ടോ. അത് സാക്ഷ്യം പറയുന്നു പറഞ്ഞു. കാരണം എന്തിനു വലിയ സൗഖ്യം കിട്ടിയിരിക്കണേ.